നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ, നമ്മൾ മനസ്സിൽ കണ്ടപ്പോ അവളങ്ങ് മാനത്ത് കണ്ടു. വിൽപത്രം നമ്മൾ എടുത്തു മാറ്റുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ നമ്മുടെ കണ്ണിൽ പെടാതെ അവൾ അത് എടുത്തു മാറ്റിയത്. അത് കിട്ടാതെ അതിനുള്ളിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് അറിയാനാവില്ലല്ലോ. ആ ടേബിളിന്റെ ഡ്രോയറിൽ നിന്നും ആ മഞ്ഞ സഞ്ചി കിട്ടിയപ്പോ വിൽപത്രമാണെന്ന് കരുതി ഞാൻ സന്തോഷിച്ചതാ. പക്ഷെ അതിൽ പണം കായ്ക്കുന്ന മരം എന്ന് എഴുതി വെച്ചിട്ടുള്ളതല്ലാതെ നമുക്ക് പ്രയോജനപ്പെടുന്ന വേറെ ഒന്നും കിട്ടിയതുമില്ല. പണം കായ്ക്കുന്ന മരം ആലോചിച്ചിട്ട് അതിന്റെ അർത്ഥവും മനസ്സിലാവുന്നില്ലല്ലോ. നമുക്ക് ആ ആചാര്യയുടെ കയ്യിൽ നിന്ന് ആ ഡയറി വാങ്ങിയാലോ? അതിന് ആ ധർമ്മിഷ്ഠൻ ഡയറി നമുക്ക് തരണ്ടേ? തന്നില്ലെങ്കിലേ അയാളുടെ കുത്തിരി പിടിച്ച് നമുക്ക് വാങ്ങാം. അമ്മ എന്റെ ഒപ്പം നിന്നാ മതി. ഒരു ധർമ്മിഷ്ഠൻ വന്നിരിക്കുന്നു. ഇയാളൊക്കെ എങ്ങനെ വക്കീലായി? അമ്മ എന്റെ കൂടെ നിന്നാ മതി. അയാളെ തല്ലിയിട്ടോ കൊന്നിട്ടോ ആ ഡയറി അവിടുന്ന് പൊക്കുന്ന കാര്യം ഞാനേറ്റു. എടാ, അത് അമ്മ ഒന്നും പറയാൻ നിൽക്കണ്ട. അമ്മയെങ്ങ് വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ ആചാര്യയുടെ ഓഫീസിലോട്ട് പോവാം. വന്നേ. അമ്മയ്ക്ക് എന്താ പേടിയാണോ? പേടിയൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബുദ്ധിയോടും വിവേകത്തോടു കൂടിയും വേണം നമ്മൾ അത് ചെയ്യാൻ. അയാൾക്ക് 2 തല്ലുകൊടുത്ത് ആ ഡയറി എടുക്കുന്നോണ്ട് എന്ത് സംഭവിക്കാനാ പോകുന്നത്? വിനയ്, ആചാര്യ സമൂഹത്തില് നിലയും വിലയും ഉള്ള ഒരാളാ. പോരാത്തതിന് ഈ കുടുംബത്തിന്റെ വിശ്വസ്തനും. എടുത്തു ചാടി നമ്മൾ അദ്ദേഹത്തെ ഉപദ്രവിച്ച അത് പിന്നീടൊരു പുലിവാലായി മാറും. മാത്രമല്ല, അദ്ദേഹം വാക്കിന് വലിയ വില കൊടുക്കുന്ന ആളുവാ. അയാളെ കൊന്നാ പോലും ഡയറി നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ നമ്മളത് കൈക്കലാക്കും? എടാ മോനെ, ആ ഡയറി തന്ത്രപൂർവം വിശാലിന്റെ കൈകളിലേക്ക് എത്താനുള്ള ഒരു തന്ത്രം നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ഒരുക്കുന്ന തന്ത്രത്തിലൂടെ ഡയറി വിശാലിന്റെ കയ്യിൽ എത്തിയാൽ പിന്നെ അത് നമ്മുടെ കയ്യിലെത്താൻ പ്രയാസമുണ്ടോ? ഓഹോ, ശരി. അതിനുവേണ്ടി എന്ത് തന്ത്രം പ്രയോഗിക്കും? അത് നമുക്ക് ആലോചിക്കാം. ഇത് നായ്ക്ക് പൊതിക്കാത്ത തേങ്ങ കിട്ടിയ പോലെ. റിയ ഇതേ ഫേസ് ഐഡി വെച്ച് ലോക്ക് ചെയ്തിരിക്കുക. അവളുടെ മുഖം കാണാതെ ഈ ഫോൺ ഓപ്പൺ ആവില്ല. അപ്പോ നമ്മൾ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയല്ലോ. ഇത് ഓപ്പൺ ചെയ്യാതെ അവള് നിരന്തരം സംസാരിക്കുന്നത് ആരോടാണെന്ന് നമുക്ക് അറിയാനും പറ്റില്ലല്ലോ. പാർവതി, നീ എന്താ ഈ ആലോചിക്കുന്നത്? റിയയുടെ മുഖം ഏതെങ്കിലും വിധേന ഈ ഫോണിന് അഭിമുഖമായി വന്നാലും നമുക്ക് ഈ ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ. ആ, സാധിക്കും. പക്ഷേ അവൾ അറിയാതെ എങ്ങനെ? അതിന് വഴിയുണ്ട്. എന്തു വഴി? പറയാം. എന്തായാലും അവൾക്ക് വിശാൽ സാറിനോട് അടങ്ങാത്ത ഒരഭിനിവേശമുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എന്നാലേ വിശാൽ സാറ് ചെല്ല്, ഞാൻ പിന്നാലെ വരാം. ശരി, ദാ പിടിച്ചോ. പാർവതി, ഹാ, കൊള്ളാം. അപ്പോഴേ പുറത്ത് വെച്ച് തന്നെ ആയിരിക്കും മിസ്സായത്. പുറത്ത്? നീ സമാധാനത്തോടെ എവിടേക്കാണ് പോയെന്നൊന്ന് ഓർത്തു നോക്ക്.
അപ്പോ മൊബൈൽ മിസ്സായ ഇടത്തെക്കുറിച്ചൊരു ധാരണ കിട്ടും. വാ, ഇവിടെ ഇരുന്ന് കൂളായിട്ട് ചിന്തിക്കുക. വാ വാ. അതെ, നമുക്ക് പുറത്തു പോയി തിരഞ്ഞാലോ? പോകുന്ന വഴിക്ക് നമുക്ക് രണ്ടുപേർക്കും കോഫിയും കുടിക്കാം. വാവ്, നൈസ്. അത് കൊള്ളാം. ഞാൻ റെഡി. നമുക്ക് പോവാം ബ്രോ. വിശാൽ സർ, കോഫി കുടിക്കാനായിട്ട് ആരും പുറത്തു പോണമെന്നില്ല. നിങ്ങൾക്കുള്ള ചൂട് കോഫി ദേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിക്ക്. നാശത്തിന് വരാൻ കണ്ടൊരു നേരം. കോഫി എടുത്ത് കുടിക്ക്. പാർവതി കോഫി കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് ഈ കോഫി കുടിക്കാം. അല്ലേ റിയ? എടുക്ക. എന്നാ പിന്നെ നിങ്ങൾ കോഫി കുടിക്ക. ഞാനേ കിച്ചണിലോട്ട് ചെല്ലട്ടെ. ഗാർഗി, അല്ല എന്തായി? ഐഡിയ വർക്ക്ഔട്ട് ആയോ? ഫോൺ ഓൺ ആയോ? മിടുക്കി. ഗാർഗി, നീ ഇതിലെ കോൾ ഹിസ്റ്ററി പരിശോധിച്ച് റിയ ആവർത്തിച്ച് കോൾ ചെയ്തിരിക്കുന്ന ആ നമ്പറെ ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. ഇതാ ആ നമ്പർ. ഓക്കെ, ഇത് നീ സൂക്ഷിച്ചു വെക്ക. എന്തായാലും നമ്മുടെ ആവശ്യം നേടിയ സ്ഥിതിക്ക് ഈ ഫോണിനെ തിരിച്ച് റിയയുടെ ബാഗിൽ തന്നെ വെക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.